എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഒരു 1000 വ്യൂസ് കിട്ടി നമുക്ക് എത്ര ക്യാഷ് കിട്ടും, അല്ലെങ്കിൽ ഒരു ഓക്കെ ഞാൻ ഇത്ര വ്യൂസ് ഉണ്ട് ഇവർക്ക് എത്ര ഇൻകം കിട്ടുന്നുണ്ടാവും എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ബേസിക് ആയിട്ട് ഒരു ബിഗിനറിന് എന്തൊക്കെ ചെയ്യുന്നുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ ഒരു ആഫ്റ്റർ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമുക്ക് എത്ര ഇൻകം കിട്ടും. എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഒരു 1000 വ്യൂസ് കിട്ടി നമുക്ക് എത്ര ക്യാഷ് കിട്ടും, അല്ലെങ്കിൽ ഒരു 1 lakh വ്യൂസിന് എത്ര ക്യാഷ് കിട്ടും, അതുപോലെ ഷോർട്സിന് എത്ര കിട്ടും, അതായത് ഓരോ വ്യൂസിനും എത്ര കിട്ടും എന്ന് അറിയാനുള്ള എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഈ ഒരു യൂട്യൂബ് ചാനൽ ഇരിക്കുന്നവർക്കാണെങ്കിലും ഇതിൽ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിലും ഓക്കെ ഞാൻ ഇത്ര വ്യൂസ് ഉണ്ട് ഇവർക്ക് എത്ര ഇൻകം കിട്ടുന്നുണ്ടാവും എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക്. ആഫ്റ്റർ ഒരു മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് ഓക്കെ എനിക്ക് മോണിറ്റൈസേഷൻ ആയി ഇനി എല്ലാം ക്യാഷാണ്, അങ്ങനെ ക്യാഷ് ഇങ്ങനെ വരും എന്നൊന്നും വിചാരിക്കരുത്. മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. പക്ഷെ അത് കടന്ന് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾക്ക് $100 ആയിക്കഴിഞ്ഞാലാണ് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ടാസ്ക്കാണ്. ഈ $100 എന്ന് പറയുന്നത് അവൻ ചെറിയൊരു കാര്യമേ അല്ല. നമ്മൾ അത്ര ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെയാണ് നമുക്ക് ആവത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ നന്നായിട്ടൊരു ഹാർഡ് വർക്ക് ചെയ്യുക. ജസ്റ്റ് ഓക്കെ എനിക്ക് മോണിറ്റൈസേഷൻ ആയി ഇപ്പം വലിയ സീനൊന്നുമില്ല, എനിക്ക് ഇങ്ങനെ ഇൻകം വരും അങ്ങനെയല്ല. മോണിറ്റൈസേഷൻ ആയാലാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കുറച്ചും കൂടി കൂടും. നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കണം വീഡിയോസ് ചെയ്യാൻ. കാരണം നമ്മളിടുന്ന ഓരോ വീഡിയോയ്ക്കും അത് ചെറിയ രീതിയിൽ തന്നെയാണെങ്കിലും നമുക്ക് അതൊരു ഇൻകം ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഇടുന്ന ഓരോരോ വീഡിയോസും ചെറിയൊരു ഇൻകത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് മൈൻഡിൽ വെക്കുക. എന്നിട്ട് വീഡിയോസ് ഇടാം. അപ്പം കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു വെച്ചാൽ അപ്പം നമുക്ക് മോണിറ്റൈസേഷൻ ആയല്ലോ. അപ്പം 4000 വാച്ച് അവേഴ്സിനാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവുന്നത്. ഒരിക്കലും ആ ഒരു 4000 വാച്ച് അവേഴ്സിന്റെ മോണിറ്റൈസേഷൻ ആയത് വരെ ഉള്ളതിനെ നമ്മൾ ഒരിക്കലും നമ്മുടെ ഇൻകത്തിലേക്ക് കൺവേർട്ട് ചെയ്യത്തില്ല. അത് ഡോളറിലേക്ക് മാറില്ല കേട്ടോ. നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ ദിവസം മുതൽ എനിക്കൊരു 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം എത്ര വ്യൂസ് കിട്ടുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഡോളറിലേക്ക് അത് മാറത്തുള്ളൂ. അല്ലാതെ 4000 വാച്ച് അവേഴ്സ് കിട്ടിയിട്ടില്ല, ആ 4000 ഒരിക്കലും നമുക്ക് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അതൊരു ഇൻകം ആയിട്ട് വരുകയോ ചെയ്യത്തില്ല. അതിനുശേഷം ഇടുന്ന വീഡിയോസിന് മാത്രമല്ല. ഇപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ ആയി എന്ന് വയ്ക്കൂ. ഇന്നിപ്പോൾ ഞാൻ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ നാളെ ഒരു വീഡിയോ ഇട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഇടുന്ന വീഡിയോസിനുള്ള എല്ലാ വ്യൂസും നമുക്ക് ഡോളറിലേക്ക് കൺവേർട്ട് ആവും. പ്ലസ് ഞാൻ മുന്നിട്ട വീഡിയോസിൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് വരുന്ന വ്യൂസ് ഇല്ലേ അതിനും നമുക്ക് ഇൻകം കിട്ടും. അതായത് മനസ്സിലായോ? മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് മോണിറ്റൈസേഷൻ ആയെങ്കിൽ ഞാൻ നാളെ ഇടുന്ന വീഡിയോസിനെല്ലാം തന്നെ വ്യൂസ് നമുക്ക് ഡോളറിലേക്ക് കൺവേർട്ട് ആയി പോകും. നമുക്കതൊരു ഇൻകം കിട്ടും. പ്ലസ് നമ്മൾ ഈ മോണിറ്റൈസേഷൻ നമ്മൾ പഴയ വീഡിയോസ് ഉണ്ട്, അതായത് മോണിറ്റൈസേഷൻ ആവുന്നതിന് മുന്നുള്ള പഴയ വീഡിയോസിലും മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം വരുന്ന വ്യൂസ് ഉണ്ട്. ഇപ്പം എനിക്ക് മോണിറ്റൈസേഷൻ ആകുമ്പോൾ ഒരു വീഡിയോയിൽ ഒരു 10,000 വ്യൂസ് ആണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം വരുന്ന ഈ 11, 12 ഇങ്ങനെ പോകുന്ന 13,000 അല്ലെങ്കിൽ ഒരു 100, 10 എന്ത് വ്യൂസ് പോകുന്നു അതിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതായത് ഈ 4000 മണിക്കൂർ കൺവേർട്ട് ചെയ്യില്ല, അതിനുശേഷമുള്ള നമ്മുടെ വീഡിയോസിനൊക്കെ വരുന്ന വ്യൂസ് നമുക്ക് ഡോളറിലേക്ക് കൺവേർട്ട് ആവും, നമുക്ക് ഇൻകം കിട്ടും. ഇനി നമുക്ക് ആദ്യം വരുന്ന ഡൗട്ടാണ് ഒരു ഡോളറിന്, അതായത് ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? ഏകദേശം ഒരു 80-84 രൂപയൊക്കെയാണ് വരുന്നത്. കറക്റ്റായിട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും എഴുതാട്ടോ. അതാണ് ഒരു ഡോളറിന്റെ എമൗണ്ട് വരുന്നത്. പിന്നെ ഒരു വീഡിയോയ്ക്ക് ഒരു 1000 വ്യൂസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ, അതായത് ഇപ്പം ഞാൻ ഈ പറയാം ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയാം, ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഏകദേശം ഇപ്പോൾ എൻ്റെ ചാനലും അങ്ങനത്തെ ഒക്കെ ഒരു വ്യൂസ് വരുന്ന ഒരു ചാനലിലുള്ള എൻ്റെ ഏകദേശം ഒരു കണക്കായിരിക്കും കേട്ടോ. അല്ലാതെ നല്ല വ്യൂസ് വരുന്നതും, അതായത് ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു സെലിബ്രിറ്റിയാണ് അവരുടെയൊക്കെ എല്ലാ വീഡിയോസും 10 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ 10 മിനിറ്റും ആൾക്കാർ ഇരുന്ന് കാണും. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻകം വേറെ ആയിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഫുൾ ആൾക്കാർ ഇരുന്ന് കാണണമെന്നില്ല, എന്നാലും ഏകദേശം ഒരു കണക്കിന് നമുക്കൊരു 1000 വ്യൂസിൻ്റെ ഒരു 1000 വ്യൂസ് വന്നു പറഞ്ഞാൽ നമുക്കൊരു $1 ഏകദേശമൊക്കെ കിട്ടത്തുള്ളൂ. കാരണം ഈ 1000 വ്യൂസ് എന്ന് പറയുന്നത് ചിലർ ജസ്റ്റ് ഓപ്പൺ ചെയ്യും പോകും. പക്ഷെ അവിടെ വ്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അവർ നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ല, അപ്പം അത് നമുക്കൊരു ഇൻകം കൺവേർട്ട് ആയിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഏകദേശം അപ്പോൾ ഒരു 1000 ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ട് 1000 വ്യൂസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ കിട്ടുക അതിന് $1 കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ നമുക്ക് $100 ആവണമെങ്കിൽ 100 വീഡിയോ ഇട്ട് പറഞ്ഞാൽ ഓക്കെ $100 ആയി എന്നല്ല കേട്ടോ. ഇത് $100 കൊണ്ട് എക്സ്ട്രീം നമ്മൾ അത്രയും ഹൈ കിട്ടും
കിട്ടുന്നതാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്, അല്ലാതെ അല്ല. നോർമലി ഏകദേശം ഈ ഒരു ഇതായിരിക്കും. അപ്പം നല്ല വ്യൂസ് ഉള്ളത്, അതായത് ഇപ്പം ഞാൻ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 10 ലക്ഷമൊക്കെ ആൾക്കാർ കാണുന്ന ഒരു ചാനലാണെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു ഇൻകം കിട്ടും. കാരണം 10 ലക്ഷം വ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ, അതായത് 1 ലക്ഷം വ്യൂസ് വന്നു, ഒരു 10 വീഡിയോ ഇട്ടു, 10 ലക്ഷം വ്യൂസ് ആവുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു എബോ ഒരു 40-50 ആ ഒരു എമൗണ്ടിലൊക്കെ മന്ത്ലി ഇൻകം മിനിമം വരുന്നുണ്ട്. ഞാൻ ഒരു 10 വീഡിയോ ഇടുന്നല്ല പറയണം, ഒരു എക്സാമ്പിൾ പറയാം. പക്ഷെ ഇപ്പം നമ്മുടെയൊക്കെ എൻ്റെ ചാനലിൻ്റെ ഒരു കേസിൽ നമുക്ക് അത്ര വ്യൂസൊന്നുമില്ല, ഒരു 1000 ഒരു 500-300 ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ വരുന്ന ഇൻകം ചിലപ്പോൾ $0.1 ഒക്കെ ആയിരിക്കും ഡോളർ. അപ്പോൾ $0.1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിൽ നിന്ന് നമ്മൾ $1 ആവണം, $2 ആവണം, 3, 4 അങ്ങനെ 100 ആകുമ്പോഴാണ് നമുക്കത് വിഡ്രോ ചെയ്യുന്ന ഭാഗത്തേക്ക് കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് എഗെയിൻ ആ ഒരു ക്രൈറ്റീരിയ ഇങ്ങനെ നമുക്ക് എത്ര വരുന്നോ അതിനനുസരിച്ച് $1 ആകുമ്പോൾ തന്നെ 10-80 രൂപ തന്നെ ആവുന്നുള്ളൂ. $10 ആവണം ഒരു എമൗണ്ട് ആവണമെങ്കിൽ. അപ്പം അതിൻ്റെതായ കുറച്ച് ഇതുണ്ട്. അപ്പം നമ്മൾ കാണുന്ന വീഡിയോസിന്, നമ്മുടെ കണ്ടന്റിന്, നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ ക്ലാരിറ്റി ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൾക്കാർക്ക് ഒരു ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് വയ്ക്കും. ഒരു എക്സാമ്പിൾ പറയുന്നത് നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്, ട്രെൻഡിങ് ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ നല്ലൊരു സെലിബ്രിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ 15 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ ഇരുന്ന് കാണും, നമ്മളൊന്നും സ്കിപ്പ് ചെയ്യത്തില്ല. മീൻസ് ഇത് അഡ്വർടൈസ്മെന്റ് തന്നെ സ്കിപ്പ് ചെയ്യുന്നല്ലാതെ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നില്ല. അപ്പൊ അത്രയും ടൈം നമ്മൾ വാച്ചിങ് ചെയ്യുമ്പോൾ അത് നമുക്ക് എന്താ അങ്ങനെ നമ്മൾ അത്രയും ലെങ്ത് കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു ഇൻകം ആയിട്ട് കൺവേർട്ട് ചെയ്തു പോകും. അല്ലാതെ നോർമലി ഉള്ളൊരു കാര്യമുണ്ട് ഞാൻ ഈ പറയുന്നത്. അല്ല ഇതിപ്പോൾ എല്ലാ വീഡിയോസിലും എല്ലാവർക്കും ഓക്കെ ഇതാണ് 1000 വ്യൂസിന് ഇത്ര $, എന്നല്ല. ഓരോ ചാനലും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഇത് ഒരിക്കലും ഇത്ര കിട്ടും എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ ഒരു എത്ര നമുക്ക് വ്യൂസ് കിട്ടും, വ്യൂസിനനുസരിച്ച് ഇൻകം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഷോർട്സ് ഇടുകയാണെങ്കിൽ ഒരു 1000 വ്യൂസ് ഒക്കെ ഒരു ഷോർട്സിന് വരികയാണെങ്കിൽ അതിലൊക്കെ ഒരു 0.2 അത്രയൊക്കെയാണ് നമുക്ക് ഇൻകം ആയിട്ട് വരാറുള്ളൂ കേട്ടോ. അതിന് കുറവായിരിക്കും ചിലപ്പോൾ വരിക, ഡിപ്പെൻസ് ആയിരിക്കും. ഒരു 1000 ഒക്കെ കിട്ടുക, അതായത് $0.2 എന്ന് പറയുമ്പോൾ $1 പോലും ആയിട്ടില്ല, ഏകദേശമൊക്കെ അതിൻ്റെ താഴെയൊക്കെയാണ് നിൽക്കുന്നത്, 1-1.5 അങ്ങനെയൊക്കെ നിൽക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നമുക്കൊരു 1000 വ്യൂസ് ഒന്ന് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് 1000 രൂപ കിട്ടുന്നൊന്നുമല്ല. അതിനെ തുച്ഛമായ എമൗണ്ട് നിങ്ങൾ ശേഖരിച്ചിട്ടാണ് നമുക്ക് യൂട്യൂബിൽ ഒരു വലിയ ഇൻകം വരുന്നത്. അതായത് ചെറിയ യൂട്യൂബേഴ്സിന് കേട്ടോ. വലിയ കുറച്ച് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്, നല്ല റീച്ച് കിട്ടുന്നതാണ്. മിക്ക വീഡിയോസും മില്യൺസ് ഒക്കെ ആവുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ല റവന്യൂ ഉണ്ടാവും. അവർ അത്രയും ഹാർഡ് വർക്കും ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും ഒരു ഈസി സംഭവമല്ല. ഒരു വീഡിയോ എടുത്ത് അതിന് എഡിറ്റ് ചെയ്ത് അതിന് വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ അത് ചെയ്ത് നമ്മളത് അപ്ലോഡ് ചെയ്ത് അതൊക്കെ ചെയ്യാനുള്ളത് ടൈം നമുക്ക് അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന സമയത്തിലാണ് നമ്മളൊരു ഇൻകം നമുക്ക് വരുന്നത്. എല്ലാവരും അങ്ങനെയാണല്ലോ. നമ്മൾ ചെയ്യുന്ന ജോലി പറയുന്നത് നമ്മൾ സമയം മുടക്കി നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്ക് നമുക്കൊരു ഇൻകം കിട്ടുന്നു. സെയിം തിങ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ഒരു ദിവസം ഇപ്പൊ ഒരു വീഡിയോ ഇട്ട് $1 കിട്ടിയെങ്കിൽ ഞാൻ മാക്സിമം ഡെയിലി വീഡിയോ ഇടാൻ ട്രൈ ചെയ്യണം. അതാണ് ഇപ്പൊ എല്ലാ ഇങ്ങനെ ബിഗിനർ ആയിട്ട് ഇങ്ങനെ ചെറിയ ചാനലുകളാണെങ്കിൽ മാക്സിമം ഡെയിലി വീഡിയോസ് ഇടും. ഇപ്പോൾ ഒരു ഫുൾ വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഷോർട്സ് എങ്കിലും ഇടും. ഷോർട്സ് നമുക്ക് യൂട്യൂബ് എത്ര വേണമെങ്കിലും ഇടാം. അപ്പൊ നമുക്ക് 2-3 ഒരു ദിവസം ഇടാം. ഇപ്പൊ ഈ പറഞ്ഞ ഞാനാണെങ്കിലും 2 നമുക്ക് ഇടാൻ നമ്മൾ വിചാരിക്കും, പക്ഷെ പ്രാക്ടിക്കൽ ഒന്നെങ്കിലും എന്തായാലും അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ചാനൽ ഒന്ന് ആക്റ്റീവായി വെക്കുക. നമ്മളിപ്പോൾ കുറച്ചൊരു അത്യാവശ്യം വ്യൂസ് കിട്ടി, നമ്മൾ ഒരാഴ്ച ചാനലിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഓട്ടോമാറ്റിക്കലി പിന്നെ ഇടുന്ന വീഡിയോസിന് വ്യൂസ് അധികം കിട്ടത്തില്ല. അതിൻ്റെ ഒരു സംഭവം അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഡെയിലി വീഡിയോസ് ഇടാനൊക്കെ ട്രൈ ചെയ്യുക. ഒരു 1 മില്യൺ വ്യൂസ് ഒക്കെ നമുക്കൊരു ഷോർട്സിനൊക്കെ വരികയാണെങ്കിൽ ആൾമോസ്റ്റ് നല്ലൊരു എമൗണ്ട് നമുക്ക് അതിന് കിട്ടും. അതായത് ഒരു $10 അടുത്തൊക്കെ കിട്ടും. അത് എല്ലാവരുടെ കാര്യമല്ല. വീണ്ടും ഞാനത് പറയുന്നത് എന്താ വെച്ചാൽ ഓക്കെ നമുക്കിപ്പോൾ 1 മില്യൺ വന്നു എന്ന് വെച്ചാൽ നമുക്ക് അത്ര കിട്ടണമെന്നില്ല. അതായത് നമ്മളത് ഫുൾ വീഡിയോ കണ്ടോ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമുക്ക് ആ കിട്ടുന്ന ഒരു എമൗണ്ടിന്റെ. ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു 1000 വ്യൂസിനൊക്കെ എത്ര എമൗണ്ട് കിട്ടുന്ന ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഈ ഒരു വീഡിയോ തന്നെ ഞാനൊരു YT സ്റ്റുഡിയോനെ കുറിച്ച് പറയാം. അതിലായിരിക്കും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യം ഉണ്ടാവുന്നത്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കാണ് കേട്ടോ ചിലർ. മിക്കവരും കുറേ കാലമായിട്ട് യൂട്യൂബിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് YT സ്റ്റുഡിയോ എന്നുണ്ട്. നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. YT സ്റ്റുഡിയോ കൊടുത്തു പറഞ്ഞാൽ അതിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അതിൽ ഓരോ വീഡിയോസും നമുക്ക് എത്ര കിട്ടും, എത്ര റീച്ചായി, എത്ര ഓഡിയൻസിലേക്ക് എത്തി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണോ കണ്ടത്, അത് ഔട്ട്സൈഡ് സബ്സ്ക്രൈബേഴ്സ് കണ്ടോ, അതുപോലെ തന്നെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കണ്ടോ, ഏത് സ്ഥലത്ത് നിന്നത് കണ്ടോ, അങ്ങനത്തെ A to Z കാര്യങ്ങൾ നമുക്ക് ആ YT സ്റ്റുഡിയോയിൽ നമ്മുടെ വീഡിയോസ് നമ്മൾ ഇട്ട വീഡിയോനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞിട്ട് എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.